വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച മറ്റൊരു വാർത്ത കൂടി ഇന്ന് പുറത്തുവന്നു. കൊണ്ടോട്ടിയിലായിരുന്നു ആ സംഭവം. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു. നീരാട് സ്വദേശി മുഹമ്മദ് ഷയാണ് അപകടത്തിൽപ്പെട്ടത്. വീടിന് പരിസരത്ത് വെച്ചാണ് ഷോക്കേറ്റത്. KSEBയുടെ അനാസ്ഥ ആരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. വൈദ്യുതി കമ്പി പൊട്ടിവീണത് 2 തവണ വിളിച്ചു പറഞ്ഞിട്ടും പരിഹരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതികരണം ഒന്ന് കേട്ടുവരാം. രാവിലെ തന്നെ വിളിച്ചു പറഞ്ഞാണ്, 3 പ്രാവശ്യം വിളിച്ചു പറഞ്ഞാണ്. 3 ഫോണിനായിട്ട് ഇവിടെ ഉണ്ടായത് 12:45. 9 മണിൻ്റെ ശേഷമാണ് കറണ്ട് പോയത്. അപ്പോൾ എന്താ സംഭവം അപ്പോഴൊന്നും ഞങ്ങൾ അറിയില്ലല്ലോ. നേരം വെളുത്താരെയാണ് ഇത് പൊട്ടി ഞങ്ങൾ കണ്ടത്. അല്ല കാണൂലല്ലോ, രാത്രിയല്ലേ. ഒരു വൈദ്യുതി ഓഫാക്കിയില്ല. ഞങ്ങൾ 12 മണിക്ക് വരാമെന്ന് പറഞ്ഞെന്നല്ലാതെ പിന്നെ ഒരു ഇതില്ല. പിന്നെ 12:45 അത് സംഭവം. ആ 12 മണിക്ക് വന്നിങ്ങനെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടി. ഞങ്ങളെ കുട്ടീനെ ഞങ്ങൾക്ക് കിട്ടി. ആ ഒരു ഇത് വല്ലാത്തൊരു മുണ്ടക്കുളം KSEB ഓഫീസിലേക്ക് നാളെ യൂത്ത് ലീഗ് മാർച്ച് നടത്തും. അഷ്കർ അലിയുടെ കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി, മറ്റൊരു അനാസ്ഥയുടെ ചിത്രമാണ് നമ്മൾ കൊണ്ടോട്ടിയിൽ കാണുന്നത്, അല്ലേ? അരുൺ, അങ്ങേയറ്റം ഹീനമായ പ്രവൃത്തി ഇല്ലെങ്കിൽ ഒരു അനാസ്ഥ KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായത് കൊണ്ട് തന്നെയാണ് കൊണ്ടോട്ടിയിൽ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന സാധാരണക്കാരനായ ഒരു ഗ്രഹനാഥൻ്റെ ജീവൻ നഷ്ടമായതെന്ന് ചുരുക്കത്തിൽ പറയേണ്ടി വരും. കാരണം ഇന്നലെ രാത്രിയാണ് ഈ മുഹമ്മദ് ഷായുടെ പറമ്പിലൂടെ കടന്നു പോകുന്ന 2 വീടുകളിലേക്കുള്ള വൈദ്യുതി കണക്ഷൻ തകരാറിലാവുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ സമീപത്തെ വീട്ടുകാർ KSEB ഓഫീസിൽ വിളിച്ച് ഇത്തരത്തിൽ വൈദ്യുതി തടസ്സപ്പെട്ട വിവരം അറിയിക്കുന്നു. അത് അന്വേഷിക്കണം, ഇല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്ന് രാവിലെ ആ വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണതായി ശ്രദ്ധപ്പെടുകയും രാവിലെ 8 മണി അല്ലെങ്കിൽ 8:45 തന്നെ വീണ്ടും മുണ്ടക്കുളത്തെ KSEB ഓഫീസിൽ വിളിച്ച് ഇത്തരത്തിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണ വിവരം അറിയിക്കുന്നു. എന്നാൽ എന്നിട്ടും ഉദ്യോഗസ്ഥർ എത്താത്തതോടെ 11 മണിക്ക് ശേഷം വീണ്ടും സമാനമായി തന്നെ വിളിച്ച് പരാതി അറിയിക്കുന്നു. ഉടൻ എത്താമെന്ന് പറഞ്ഞെങ്കിലും 12 മണിയോടെ എത്താമെന്ന് പറഞ്ഞെങ്കിലും ആ ഉദ്യോഗസ്ഥർ പിന്നീട് അവിടെ എത്തുന്നില്ല. 12:45 അവിടെ അപകടമുണ്ടാവുന്നത്. വീടിന് തൊട്ട് പിറകിലുള്ള ആ മരത്തിൽ കർഷകനായ മുഹമ്മദ് ഷാ അവിടെ ഉണ്ടായിരുന്ന തെങ്ങിന് തടമെടുക്കുന്നതിനിടെ ഈ വൈദ്യുതി കമ്പിയിൽ അബദ്ധത്തിൽ തട്ടുകയും പിന്നീട് ഷോക്കേറ്റ് മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ ഉണ്ടായിരുന്ന അയൽവാസികളും കുടുംബാംഗങ്ങളും ഉടൻ തന്നെ മുഹമ്മദ് ഷായെ ഈ വൈദ്യുതി ലൈനിൽ നിന്ന് വേർപ്പെടുത്തി ഉടൻ തന്നെ കൊണ്ടോട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനും സാധിച്ചില്ല. കൃത്യമായി വൈദ്യുതി ഉദ്യോഗസ്ഥർ മിനിമം ആ വൈദ്യുതി ലൈനിലുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനെങ്കിലും തയ്യാറായിരുന്നുവെങ്കിൽ മുഹമ്മദ് ഷായുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ കുടുംബാംഗങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് കൊണ്ടോട്ടിയിൽ നിന്നും.